പ്രണയമണിത്തൂവൽ ഭാഗം 15. ഭക്ഷണമൊക്കെ കഴിച്ച് അബി ബൈക്കിൻ്റെ ചാവിയെടുത്ത് പുറത്തേക്ക് നടന്നു. പിന്നാലെ പ്രിയയും. ഗോമതി പുറത്തേക്ക് വന്നു. അബി, നിങ്ങൾ രണ്ടും ഒരിടത്തേക്കല്ലേ പോകുന്നത്? അപ്പോൾ ഒന്നിച്ചു പോയാലെന്താ? അത് കേട്ട് രണ്ടാളും പരസ്പരം നോക്കി. അതൊന്നും ശരിയാവില്ലമ്മ. എന്താ ശരിയാവത്ത്? അവൾ നിൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ അവൾ നിൻ്റെ കൂടെയല്ലേ വരേണ്ടത്? അതുകൊണ്ട് നീ ഇവളെയും കൂട്ടി പോയാൽ മതി, ഗോമതി പറഞ്ഞു. അത് വേണ്ടമ്മായി, ഞാൻ പ്രിയ എന്തോ പറയാൻ വന്നതും ഗോമതി കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ചെന്ന് അവൻ്റെ പിന്നിൽ കയറ്, ഗോമതി പറഞ്ഞു. പ്രിയ ഒന്നും മടിച്ചു. പിന്നെ ചെന്ന് ബൈക്കിൻ്റെ പിറകിൽ കയറി. അബിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ തോന്നി. പക്ഷേ അവൻ അതെല്ലാം അടക്കി ഗൗരവത്തോടെ ഇരുന്നു. അവൾ മടിച്ച് അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ പതിയെ പുഞ്ചിരിച്ചു. പിന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവനോടൊപ്പം യാത്ര ചെയ്യവേ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഏറെ നാളുകളായുള്ള ആഗ്രഹമാണ് ഇന്ന് സഫലമായത്. അതിന് വഴിയൊരുക്കി തന്ന അമ്മായിയോട് മനസ്സുകൊണ്ട് 1000 വട്ടം നന്ദി പറഞ്ഞു. പെട്ടെന്ന് എത്താതിരിക്കാൻ അബി വളരെ വേഗം കുറച്ചാണ് വണ്ടി ഓടിച്ചത്. ഈ സമയം കാറിൽ കോളേജിലേക്ക് വരികയായിരുന്ന നീലിമ ഈ കാഴ്ച കണ്ട് അവൾക്ക് കോപം ഇരച്ചു കയറി. അപ്പോൾ ഇത്രത്തോളമായി കാര്യങ്ങൾ, ഇനിയും വെറുതെ ഇരുന്നാൽ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണം, അവൾ മനസ്സിലുറപ്പിച്ചു. കോളേജ് സ്റ്റോപ്പിന് മുന്നേയുള്ള ബസ് സ്റ്റോപ്പിൽ അബി വണ്ടി നിർത്തി. അവൾ അമ്പരപ്പോടെ ചുറ്റും നോക്കി. ഇറങ്ങിക്കോ, അവൻ പറഞ്ഞത് മനസ്സോടെ അവൾ ഇറങ്ങി. തൽക്കാലം ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ മതി, നമ്മൾ തമ്മിലുള്ള ബന്ധം തൽക്കാലം അവിടെ ആരും അറിയണ്ട, അവൻ പറഞ്ഞു. അവൾ മൂളി. പിന്നെ സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. അബി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മുന്നോട്ട് പോയെങ്കിലും പെട്ടെന്ന് നിന്ന് തിരിഞ്ഞു നോക്കി. അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടു പോകുന്നതിൽ അവനെന്തോ വിഷമം തോന്നി. വണ്ടി നിർത്തി അവൻ അടുത്തുള്ള കടയിൽ സാധനം വാങ്ങാനെന്ന ഭാവത്തിൽ കയറി. ഈ സമയം ഒരു ഓട്ടോ വന്നതും പ്രിയ അതിൽ കയറി. അത് കണ്ട് അവൾക്ക് ആശ്വാസമായി. അവൻ വേഗം ചെന്ന് വണ്ടിയെടുത്തു. ഓട്ടോയ്ക്ക് പിന്നാലെ ബൈക്ക് വിട്ടു. കോളേജിന് മുന്നിൽ എത്തിയതും ഓട്ടോ നിർത്തി പ്രിയ ഇറങ്ങി. പൈസയും കൊടുത്ത് നടക്കവേ ഹോൺ അടിച്ചുകൊണ്ട് അബിയുടെ ബൈക്ക് ക്യാമ്പസിനകത്തേക്ക് വന്നു. അവളെയും കടന്നു പോയി. അവൾ നടക്കവേ പെട്ടെന്ന് അവളുടെ മുന്നിലൊരു ബൈക്ക് വന്നു നിന്നതും അവൾ ഞെട്ടലോടെ പിന്നോട്ട് മാറി. വണ്ടി നിർത്തി ഒരു വഷളം ചിരിയോടെ ആദിൽ അവളെ നോക്കി. അവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ഗുഡ് മോർണിംഗ് ടീച്ചർ. അവൾ രോഷത്തോടെ അവനെ നോക്കി. എന്താ ടീച്ചറെ, ഒരാൾ വിഷ് ചെയ്താൽ തിരിച്ചും വിഷ് ചെയ്യണ്ടേ? വഴിന്ന് മാറ്, എനിക്ക് പോകണം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ദേഷ്യപ്പെടാതെ ടീച്ചറെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ടീച്ചർ ഓട്ടോയിലാണോ വന്നത്? അതെ. എന്തിനാ ടീച്ചർ അത്? ദിവസവും ഓട്ടോ കൂലി കൊടുത്ത് വരാമെന്ന് വെച്ചാൽ ടീച്ചറുടെ ശമ്പളം അതിന് കാണോ? അതുകൊണ്ട് വേണേൽ രാവിലെയും വൈകിട്ടും ഞാൻ ടീച്ചറെ ഡ്രോപ്പ് ചെയ്തോളാം. ചെയ്തമില്ലാത്തൊരു ഉപകാരമല്ലേ? വേണ്ട, ആ നഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം, പോരെ? അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ നടന്നു. അതിൽ അവളെ അടിമുടി നോക്കി. നീ ഇങ്ങനെ എത്ര കാലം എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. അതും പറഞ്ഞ് അവൻ നടന്നു. മാറി നിന്ന് ഇതൊക്കെ കണ്ട് അബിയുടെ രക്തം തെളിച്ചു. അവൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി. ക്യാൻറ്റീനിലിരിക്കുകയായിരുന്നു അബിയും ഫ്രണ്ട്സും. അബി ആകെ അസ്വസ്ഥനായിരുന്നു. ഈ സമയം പ്രിയയും മെറീന ടീച്ചറും അവിടേക്ക് വന്നു. ദാസേട്ടാ, ഒരു ചായയും പഴംപൊരിയും പോരട്ടെ, മെറീന പറഞ്ഞു. പിന്നെ അവിടെ ഒരു ടേബിളിലിരുന്നു. അപ്പോഴാണ് അബി അവൾ കണ്ടത്. ഇരിക്ക് ടീച്ചറെ, മെറീന പറഞ്ഞു. അവൾ കസേരയിലിരുന്നു. ഇടയ്ക്കിടെ അബി അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയം ആദിൽ അവിടേക്ക് വന്നു. അവരെ കണ്ടതും പ്രിയ അസ്വസ്ഥയായി. ഇതാര്? ടീച്ചറോ? എന്താ ഇവിടെ? ഓ, ചായ കുടിക്കാൻ വന്നതായിരിക്കും അല്ലേ? അവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ഈ സമയം ഓർഡർ ചെയ്ത ചായയും പഴംപൊരിയും അവിടെ കൊണ്ടുവച്ചു. എന്താ ഇത് താമേട്ടാ, ഇത് നമ്മുടെ പുതിയ ടീച്ചറല്ലേ, എന്നിട്ട് വേറെ ചായയും പഴംപൊരിയാണോ കൊടുക്കുന്നത്? ആദിൽ ചോദിച്ചു. ഇവരിതാ ഓർഡർ ചെയ്തത്. എന്ന് വെച്ച് നമ്മൾ അങ്ങനെ കാണിക്കാമോ?
ടീച്ചർക്ക് നല്ല ചൂട് പൊറോട്ടയും അൽഫാമും ഇങ്ങ് പോരട്ടെ. പ്രിയ അവനെ തുറച്ചു നോക്കി. ടീച്ചർ നോക്കണ്ട, ബില്ല് ഞാൻ കൊടുത്തോളാം, എൻ്റെ ഒരു സന്തോഷത്തിന്. എനിക്കതൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് വാങ്ങാനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഭക്ഷണം വാങ്ങി കൊടുക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ തെരുവിൽ അലയുന്നുണ്ട്, അവർക്ക് വാങ്ങിക്കൊടുക്കും. അത്രയെങ്കിലും പുണ്യം കിട്ടട്ടെ. അത് കേട്ടതും എല്ലാവരും ചിരിയടക്കി. കൊള്ളാം, പോത്തിൻ്റെ ചെവിയില്ല ടീച്ചർ വേദം ഓതുന്നത്, റോണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആദിൽ ചിരിച്ചു. ടീച്ചർ പറഞ്ഞ അതും ഞാൻ ചെയ്യും, കാരണം ടീച്ചർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് കേട്ടതും അബിക്ക് കോപം ഇരച്ചു കയറി. അവൻ കണ്ണുകൾ ഇറുകി അടച്ചു. പ്രിയ ദേഷ്യത്തോടെ അവനെ നോക്കി. ചൂടായാലും ടീച്ചറെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ചുവന്ന് തുടിക്കുന്ന കവിളുകളും ചുണ്ടുകളും കടിച്ച് തിന്നാൻ തോന്നുക ടീച്ചറെ. അത്രയും കേട്ടതും അബിയുടെ നിയന്ത്രണം വിട്ടു. അവൻ ചാടി എന്നിട്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു. ഷർട്ടിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി കൈ വീശി ആഞ്ഞു കൊടുത്തു 2 എണ്ണം. എല്ലാവരും ഞെട്ടി. പ്രിയ ആകെ ഭയന്നു. അവൾ വിളിക്കാൻ ഒരുക്കിയത് പെട്ടെന്ന് ചുറ്റും നോക്കി വാ അടക്കി. നാണമില്ലടാ പഠിപ്പിക്കുന്ന ടീച്ചറുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനെ, അവരോട് നീ ഇങ്ങനെ തന്നെയാണോടാ സംസാരിക്കുന്നത്? അബി ദേഷ്യത്തോട് പറഞ്ഞു. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ അവനും ആദ്യം ഒന്ന് പകച്ചു, പിന്നെ രോഷത്തോടെ അബിയെ നോക്കി ചീറി. നിന്നെ ഞാൻ. അതുകൊണ്ട് റോണിയും രാജീവും പ്രയാഗും ജിജോയും എഴുന്നേറ്റ് അബിയുടെ അരികിലേക്ക് ചെന്നു. അതിൽ വേണ്ട, നീ പറഞ്ഞ വർത്തമാനത്തിന് ഇത് കിട്ടിയ പോരെ ശരിക്കും. മര്യാദയ്ക്കല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ ഇരട്ടി ഞങ്ങൾ തരും, രാജീവ് പറഞ്ഞു. നീ ഏതാ എന്നെ തല്ലു എന്നാണോ? ആ അതേന്ന് വെച്ചോ, അവർ പറഞ്ഞു. അപ്പോഴേക്കും മറ്റു വിദ്യാർത്ഥികളും അവരുടെ പിന്നിൽ അണിനിരന്ന്. അത് കണ്ട് ആദിലൊന്നും വിരണ്ടു. ഞാൻ തോറ്റു എന്നൊന്നും കരുതണ്ട, ഇവൻ്റെ ഫലത്തിലാണ് നീയൊക്കെ കിടന്ന് ചാടുന്നതെങ്കിൽ വേണ്ട, ഈ ആദിലാരാണെന്ന് ശരിക്കറിയും നീയൊക്കെ, കാത്തിരുന്നോ. അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ നടന്നു. അബി പ്രിയ ഒന്ന് നോക്കി, പിന്നെ തിരിഞ്ഞു നടന്നു. പ്രിയ അവൻ പോയ വഴിയെ നോക്കി നിന്നു. അടുത്ത അവർ അബിയുടെ ക്ലാസ്സിലായിരുന്നു പ്രിയയ്ക്ക് ക്ലാസ്. അവളൊന്ന് മടിച്ചു, പിന്നെ ശ്വാസം വലിച്ചു വിട്ട് ക്ലാസ്സിലേക്ക് ചെന്നു. അവളെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്തു. അപ്പോഴേ അവളും തിരിച്ച് വിഷ് ചെയ്തു. അബിയുടെ സീറ്റിലേക്ക് ഒന്ന് പാളി നോക്കി. അവിടെ അവനെ കാണാഞ്ഞ് അവളൊന്ന് പരിഭ്രമിച്ചു. ക്ലാസ് മുഴുവനും അവളൊന്ന് കണ്ണോടിച്ചു. അവനെ കണ്ടില്ല. അവളെന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. എന്ത് പറ്റി മിസ്? ഒരുവൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചതും അവൾ ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്നു. ഒന്നുമില്ല, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അവൾ ക്ലാസ് എടുത്തു. പീരീഡ് അവസാനിച്ചതും അവൾ പുറത്തേക്ക് നടന്നു. എന്നാലും മനുവേട്ടൻ എവിടെ പോയി? ഇനി തന്നോട് ദേഷ്യപ്പെട്ട് പോയതായിരിക്കുമോ? ഓരോന്ന് ആലോചിച്ച് നടക്കവേ പെട്ടെന്ന് അവളുടെ കയ്യിലൊരു പിടി വീണു. അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും അവളൊരു ഇരുട്ട് മുറിയിലേക്ക് തള്ളി വാതിലടക്കപ്പെട്ടിരുന്നു. അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കി. മുറിയിലെ ചെറിയ വെട്ടത്തിൽ ആളുടെ മുഖം കണ്ടതും അവൾക്ക് ശ്വാസം നേരെ വീണു. എന്താ മനുവേട്ട ഇത്? ഒരു നിമിഷം എൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നിപ്പോയി എനിക്ക്. അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു. എന്താ എൻ്റെ ക്ലാസ്സിലിരിക്കാതിരുന്നത്? അതിലങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ വരട്ടെ 100 നാവാണല്ലോ നിനക്ക്. അവൻ അത്രയും പറഞ്ഞിട്ടും നീ എല്ലാം കേട്ട് നിന്നില്ലേ? കൈ വീശി അവൻ്റെ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുക്കായിരുന്നില്ലേ നിനക്ക്? നീ അവൻ്റെ ടീച്ചറല്ലേ, എന്നിട്ടത്തെ മൂങ്ങിയെപ്പോലെ നിന്നത്. ഞാൻ അടിച്ചാലും അത് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനേ അവൻ നിൽക്കും. അതാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. അല്ലാതെ പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇതുപോലുള്ള വഷളന്മാരോടൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനത്തെ വർത്താനേ അങ്ങനെയുള്ളവന്മാരുടെ വായിന്ന് വീഴും. അവൻ പറയുന്നതിലേ ഇപ്പം കുഴപ്പം. നീ കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഞാനെന്ത് കാണിച്ചെന്നോ? എന്ത് കോലാടി ഇത്? ഇങ്ങനെയാണ് സാരി ഉടുക്കുന്നത്? അവൻ്റെ ചോദ്യം കേട്ട് അവൾ അമ്പരപ്പോടെ തൻ്റെ വേഷം നോക്കി. ഇതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നോക്ക്, വയറും പുറവും കാണിച്ച് സാരി കൊടുത്താൽ ഇവന്മാരെ പോലുള്ളവർ ഇതിലപ്പുറവും പറയും. ഇങ്ങ് വാടി. അതും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് തനിക്കരികിലേക്ക് നിർത്തി. ഇടുപ്പിലെ സാരിത്തുമ്പെടുത്ത് വയറ് കാണാത്ത വിധമാക്കി ഉടുപ്പിച്ചു. പിന്നെ കെട്ടിയിട്ട മുട്ടി അഴിച്ചിട്ട് മറ്റൊരു രീതിയിൽ കെട്ടി. ഇങ്ങനെ ഉടുത്തോണം സാരി,
ചെല്ല്, അവൻ പറഞ്ഞു. അവളൊന്നും മനസ്സിലാവാതെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. മുടി അഴിച്ചിട്ട് നടന്നു വരുന്ന പ്രിയയെ കണ്ടതും എല്ലാ അധ്യാപകരും ഒന്ന് നോക്കിയിരുന്നു പോയി. ഇത് കലാല ടീച്ചറെ, ടീച്ചർക്ക് ഈ ഹെയർ സ്റ്റൈൽ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ, റുബീന ടീച്ചർ പറഞ്ഞു. അവളൊന്ന് അമ്പരന്നു. അപ്പോഴാണ് സ്റ്റാഫ് റൂമിലെ കണ്ണാടിയിൽ അവൾ തൻ്റെ രൂപം കണ്ടത്. ശരിക്കും അവളോ ഒന്ന് അതിശയിച്ചു. ഇത് കലാല, അപ്പം എൻ്റെ കെട്ടിയോനാൾ വിചാരിച്ച പോലെയല്ല, അവൾ ചിരിയോടെ ഓർത്ത്. കോളേജ് വിട്ടതും നീലിമ ആകെ എരിപിരി കൊള്ളുകയായിരുന്നു. എന്നാലും അവക്കിട്ട് എന്ത് പണിയൊന്ന് കൊടുക്കുക, അവൾ ആലോചിച്ചു. കാറ് വർക്ക്ഷോപ്പിൽ ആയതുകൊണ്ട് വൈകുന്നേരം ബസ്സിന് പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് പിന്നിൽ നിന്നും അബിയുടെ ബൈക്ക് വരുന്നത് അവൾ കണ്ടത്. അവൾക്ക് ഒരു ഐഡിയ തോന്നി. മുന്നിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ബൈക്ക് അതിനു മുമ്പിലെത്തിയതും നീലിമ മുന്നിലേക്ക് ഓടി. അവൻ പെട്ടെന്ന് ബ്രേക്കിട്ടു. നീലിമ നിലവിളിച്ചുകൊണ്ട് താഴെ വീണു. അവൻ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ആളുകളെല്ലാം ഓടിക്കൂട്ടി. എന്തു പറ്റി കുട്ടി? വണ്ടി ഇടിച്ചോ? എന്താടോ മുഖത്ത് കണ്ണില്ലേ? ഇവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത്, ആളുകൾ പറഞ്ഞു. അതിനും എൻ്റെ മിസ്റ്റേക്കല്ല, ഈ കുട്ടിയാ പെട്ടെന്ന് മുന്നിലേക്ക് ഓടിയത്, അഭി പറഞ്ഞു. അഭിയുടെ പറഞ്ഞ ശരിയാ, എൻ്റെ മിസ്റ്റേക്കാണ്, നീലിമ പറഞ്ഞു. ഓ, അപ്പോൾ നിങ്ങൾ പരിചയക്കാരാണ് അല്ലേ? അതെ. അവൾ ഡ്രസ്സിലേക്ക് നോക്കി. ഡ്രസ്സ് മുഴുവൻ അഴുക്കായല്ലോ. അഭിയുടെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ? അവൾ ചോദിച്ചു. എന്തിന്? നിൻ്റെ കാറിപ്പോൾ വരില്ലേ, അതിൽ കയറി പോരെ? അഭി ഗൗരവത്തോട് ചോദിച്ചു. കാറ് വർക്ക്ഷോപ്പിലാണ്, അതുകൊണ്ട് ഡ്രൈവറും വരില്ല. ഈ കാലത്ത് ഞാനെങ്ങനെയാണ് ബസ്സിൽ കയറി പോകാം? പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുവിട്, അവൾ പറഞ്ഞു. തനിക്കറിയാവുന്ന കുട്ടിയല്ലേ, ഒന്ന് സഹായിക്കടോ, ആളുകൾ പറഞ്ഞു. ശരി, കയറി, വേറെ വഴിയില്ലാതെ അവൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ വേഗം അവൻ്റെ പുറകിൽ കയറി. അവൻ വണ്ടി വിട്ടു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു പ്രിയയും മെറീനയും റുബീനയും, പിന്നെ കുറച്ച് സ്റ്റുഡൻസും. ബൈക്ക് അവിടെ എത്തിയതും നീലിമ അവൻ്റെ ഇരു തോളിലൂടെയും കൈയിട്ട് അവനോട് ചേർന്നിരുന്നു. അതുകണ്ട് പ്രിയ ഒന്ന് വല്ലാതായി. അത് അഭിമന്യല്ലേ, അവനാണ് കൊള്ളാമല്ലോ, വന്നപ്പോഴേക്കും പെൺപിള്ളേരെ ബൈക്കിൽ കയറ്റി പോകാൻ തുടങ്ങിയോ? മെറീന പറഞ്ഞു. അത് പിന്നെ ആ ചെറുക്കൻ കാണാൻ നല്ല ഹാൻഡ്സും അല്ലേ, പോരാത്തതിന് സ്വന്തമായി ബിസിനസ്സും ഉണ്ട്, അതുകൊണ്ട് ഏത് പെണ്ണ് കണ്ടാലും കൊത്താൻ നോക്കും, റുബീന ടീച്ചർ പറഞ്ഞു. അതെല്ലാം കേട്ട് പ്രിയ വിഷമത്തോടെ നിന്നു. അപ്പോഴേക്കും ബസ് വന്നു. എല്ലാവരും ബസ്സിൽ കയറി. കുറച്ചു ദൂരം പിന്നിട്ടതും അബി വണ്ടി നിർത്തി. എന്തു പറ്റി അബിയേട്ടാ? നീലിമ, മര്യാദയ്ക്ക് ഇരിക്കാനാണെങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി, ഇല്ലെങ്കിൽ ഓട്ടോയോ ടാക്സിയോ ഞാൻ വിളിച്ചു തരാം. അത് കേട്ടതും അവൾക്ക് അല്പം ദേഷ്യം വന്നു. പക്ഷേ അത് മുഖത്ത് കാണിക്കാതെ അടക്കി. അയ്യോ, അതബിയേട്ടാ, പണ്ടത്തെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ അതൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, സോറി, ഇനി ആവർത്തിക്കില്ല. അവൻ വണ്ടി വിട്ടു. അവളുടെ വീടിന് മുന്നിൽ അവൻ വണ്ടി നിർത്തി. ഇറങ്ങിക്കോ, അഭിയനകത്തേക്ക് വാ, ഒരു ചായ കുടിച്ചിട്ട് പോകാം. അതിൻ്റെ ആവശ്യമില്ല. എന്നോട് എന്തിനാ അഭിയേട്ട ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? എനിക്കാരോടും ഒരു ദേഷ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ട് വിടില്ലായിരുന്നു ഞാൻ. പഴയതൊന്നും എന്നെ മനസ്സിൽ വെക്കരുത്. എനിക്ക് നീ ഇപ്പോൾ ഒരു സഹപാഠി മാത്രം, നിനക്കും അങ്ങനെ ആയിരിക്കണം. അതും പറഞ്ഞ് അവൻ വണ്ടി വിട്ടു. അവൾ പുച്ഛത്തോടെ അവനെ നോക്കി ചിരികൊട്ടി. സഹപാഠി? നീ എനിക്ക് ശത്രുവാണ് അബി. നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും നാശമാണ് എൻ്റെ ലക്ഷ്യം. ഏതായാലും ഈ സംഭവം പ്രിയയുടെ മനസ്സിലൊരു കരുനീഴൽ വീഴ്ത്തി കാണും. എനിക്കത് മതി. അവൾ സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോയി. ബസ്സിറങ്ങി വിഷമത്തോടെ നടക്കുകയായിരുന്നു പ്രിയ. നേരത്തെ കണ്ട കാഴ്ച ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് പ്രിയയുടെ അരികിൽ ഒരു ബൈക്ക് വന്നു നിന്നതും അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കി. അബിയെ കണ്ടതും അവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. വാ, കയറ്. എന്തിന്? നിങ്ങളുടെ ബൈക്കിൽ കയറാൻ വേറെ പെൺപിള്ളേരില്ലേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ വണ്ടിയിൽ കയറ്. നല്ല മഴ വരുന്നുണ്ട്, വേഗം വീട്ടിലെത്താൻ നോക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അതും പറഞ്ഞ് അവൾ നടന്നു. അപ്പോഴേക്കും മഴ ചെറുതായി ഇറ്റി തുടങ്ങിയിരുന്നു. അവൻ നടന്നു ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. അവൻ അവളെ പൊക്കിയെടുത്തു. അവൾ അന്തം വിട്ട് വായും പൊളിച്ചുപോയി.
വാ പൊളിച്ചു പോയി. മനുവേട്ടാ, എന്തേത്? താഴെ ഇറക്ക്, ആളുകൾ കാണും. മിണ്ടാ തിളങ്ങിയിരിക്കടി. അതും പറഞ്ഞ് അവൻ അവളെ ബൈക്കിന് പിന്നിൽ കൊണ്ടിരുത്തി. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. അവൾ പിണക്കത്തോടെ മുഖം വീർപ്പിച്ചിരുന്നു. അവനും വണ്ടിയിൽ കയറി. പിടിച്ചിരുന്നോണം, അവൻ പറഞ്ഞു. ഓ. അവൻ കള്ളച്ചിരിയോടെ ഗിയർ പിടിച്ച് തിരിച്ചതും അവൾ ഞെട്ടി. ആ. പേടിയോടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചതും അവൻ സന്തോഷത്തോടെ ചിരിച്ചു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. ആ മഴയിൽ അവനെയും കെട്ടിപ്പിടിച്ച് ബൈക്കിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുകയെ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മഴയും ആസ്വദിച്ച് ഇരുവരും ആ യാത്ര തുടരും.